CA വിദ്യാർത്ഥിനിയായിരുന്ന മകളുടെ മരണത്തിൽ കഴിഞ്ഞ 9 വർഷമായി നിയമപോരാട്ടം നടത്തുന്ന പിതാവ്, ഇന്നും കണ്ണീരുമായി കഴിയുന്ന കുടുംബം. എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് എത്തിയാൽ മിഷേൽ ഷാജി എന്ന പെൺകുട്ടിയെക്കുറിച്ച് പറയാത്തവരാരുമില്ല. പഠിക്കാൻ മിടുമിടുക്കി, എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെട്ട പെൺകുട്ടി. പക്ഷേ 2017 മാർച്ച് 6, കൃത്യം 9 വർഷം മുൻപാണ് ആ ദാരുണമായ വാർത്ത കേരളം കേട്ടത്. കൊച്ചി കായലിൽ നിന്ന് മിഷേലിൻ്റെ മൃതദേഹം കണ്ടെത്തിയ കേസിൽ പോലീസും ക്രൈംബ്രാഞ്ചുമെല്ലാം അന്വേഷിച്ചിട്ടും അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ മാത്രം ഉത്തരമില്ല. അതോടെ CBI അന്വേഷണത്തിനായി സർക്കാരിന് മേൽ സമ്മർദ്ദമേറുകയാണ്. അന്വേഷണം അട്ടിമറിച്ചതിന് പിന്നിൽ സിനിമാ പോലീസ് അവിശുദ്ധ കൂട്ടുകെട്ടെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. മാർച്ച് 5 കലൂരിലെ ഹോസ്റ്റലിൽ നിന്നും മിഷേലിനെ കാണാതായത്. പിറ്റേന്ന് വൈകിട്ടോടെ കൊച്ചി കായലിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി. തലേന്ന് വൈകിട്ട് ഹോസ്റ്റലിൽ നിന്നിറങ്ങിയ മിഷേൽ കലൂർ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഗോശ്രീ പാലത്തിലൂടെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്ന് കായലിൽ ചാടി ജീവനൊടുക്കിയെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഫോൺ റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്ന് പ്രേരണ കുറ്റത്തിന് മിഷേലിന്റെ സുഹൃത്തായിരുന്ന പിറവ സ്വദേശി ക്രോണിൻ അലക്സാണ്ടർ ബേബിക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ പിന്നീട് ആ കേസിന്റെ അന്വേഷണം മുന്നോട്ട് നീങ്ങിയില്ല. അതിനിടെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് പെൺകുട്ടിയുടെ കുടുംബം രംഗത്തെത്തി. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിന് അസ്വാഭാവികത ഉണ്ടെന്നുമായിരുന്നു മാതാപിതാക്കളുടെ വാദം. പിന്നീട് ഈ സംഭവം കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും നിരവധി സംശയങ്ങൾ ഉയരുകയും ചെയ്തു. മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ ബാക്കിയാവുകയാണ്. മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരുന്നതിനും യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിനുമായി പിതാവ് ഷാജി നിയമ പോരാട്ടം തുടരുകയാണ്. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം പലതവണ മുഖ്യമന്ത്രി ഉൾപ്പെടെ സമീപിച്ചിരുന്നു. ലോക്കൽ പോലീസ് ആത്മഹത്യയായി എഴുതിത്തള്ളിയ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അന്തിമ റിപ്പോർട്ട് ഇതുവരെയും കോടതിയിൽ സമർപ്പിക്കാത്തത് നീതി തേടിയുള്ള കുടുംബത്തിന്റെ കാത്തിരിപ്പ് നീട്ടുകയാണ്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.